ഇപ്രകാരം പഠനോത്സവം എന്ന പേരിൽ ഇവിടെ നടത്തുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ വെച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും കുട്ടികളുടെ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് സ്കൂൾ ഗവൺമെന്റ് യൂത്ത് എന്നവർ പറയുന്നത് നമുക്ക് അഭിമാനമുണ്ട്. സന്തോഷത്തോടുകൂടി പിന്തുണയോടുകൂടി കിടക്കുകയാണ്. ഇനിയും തുടർന്ന് സംസാരിക്കുന്ന ഈ പഠനോത്സവത്തിലേക്ക് നിങ്ങളെല്ലാം നിന്നുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും അവരുടെ സൃഷ്ടികളെല്ലാം വിദ്യാലയങ്ങൾ നടത്തുന്ന പഠനോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് 1.5 നൂറ്റാണ്ടിലധികം കാലം പ്രവർത്തിച്ച ഒരു പാരമ്പര്യം സ്കൂളിലുണ്ട്. Are you ready to get the thrill of exciting power-packed performances of our young talented students? ഇവിടെ ഇട്ടിട്ടുണ്ട്. അവർ തന്നെ എഴുതിയ കഥകള്, അവർ തന്നെ രചിച്ച കവിതകള്, അവര് കഥകൾ എഴുതിയതും കവിതകൾ എഴുതിയതും അതുപോലെ തന്നെ അവര് പണം വരച്ചും അവർ പ്രത്യേകം ഓരോ കുട്ടികളും ഓരോ ക്ലാസ്സിൽ നിന്നും പ്രത്യേകം സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട്, കാരണം നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന ഓരോ കവിതകളും ഇപ്പോൾ രക്ഷിതാക്കളെ മാത്രം ഇതിപ്പോ വീട്ടിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ 2 പേരായിരിക്കും കാണുക. അപ്പൊ നമ്മുടെ പഠനോത്സവം പൊതുവേദിയിൽ ഇവിടെ വെച്ച് നടത്തുമ്പോൾ, കരിമൂലിൽ വെച്ച് നടത്തുമ്പോൾ ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഓരോ കഴിവും എടുത്തറിയുന്ന രീതിയിൽ, കാരണം എല്ലാ പരിപാടികളും നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ അതിനകത്ത് ചെറുതായിട്ട് രക്ഷിതാക്കളും അധ്യാപകരും സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ കുട്ടികൾ തന്നെയാണ് അതിനകത്ത് എഴുതുകയും അതുപോലെ തന്നെ പണം വരയ്ക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അതിന്റെ അക്കാഡമിക് പ്രവർത്തനങ്ങളും അക്കാഡമിക് ഇതര പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന കുട്ടികളുടെ മാനസികവും അവരുടെ വിദ്യാഭ്യാസപരമായ എല്ലാ പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനമാണ് കുറ്റമാലൂർ ഗവൺമെന്റ് സ്കൂളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വരുന്നത്. The traditional is a largest butterfly seen in our country. Many varieties of butterflies are disappeared from the ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ജനജീവൻ തുടങ്ങിയവയിലൊക്കെ ഈ വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. ഇത്രയേറെ വൈവിധ്യങ്ങളുണ്ടെങ്കിലും ജാതിമത ഭാഷഭേദം ഏക സഹോദരങ്ങളെ പോലെ ഒറ്റക്കെട്ടായി ജീവിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യക്കാർ. അല്ല ചങ്ങാതി, നമുക്കിന്ന് നമ്മുടെ രാജ്യത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? അതിന് ഉൾപ്പെടുത്തിയില്ലേ? ഭൂപടമോ? എന്താ നിനക്കറിയില്ലേ? ഭൂപടം വായിക്കാൻ വരയ്ക്കാമെന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചതല്ലേ? നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ. വിശാലമായ ഒരു പ്രദേശത്തെ സവിശേഷതകൾ ഒരു കടലാസിൽ കൃത്യമായി ചിത്രീകരിക്കാൻ നമുക്ക് കഴിയൂലേ? ഭൂപ്രകൃതിയുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് ഭൂപടം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എല്ലാ ഭൂപടവും നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഞാൻ പറയാം. ഏറ്റവും മുകൾ വശം വടക്ക് ദിക്കായിരിക്കും. മറ്റു വശങ്ങൾ ഇന്ത്യയുടെ ഭൂപടത്തിലൂടെ ആഹാരം കഴിച്ചാലല്ലേ നല്ല ആരോഗ്യം ഉണ്ടാകും. ഇത് വേഗത്തല്ലേ പറഞ്ഞത്? മര്യാദക്ക് കഴിക്കുന്നതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഞാൻ മഴ എടുക്കും കേട്ടോ. അയ്യോ എന്നെ തല്ലാൻ പറഞ്ഞേ. ആരാണ് എന്റെ കുഞ്ഞിനെ
വാങ്ങാൻ വരണേ, ഇങ്ങോട്ട് താ, ഞാൻ കൊടുക്കാം എന്റെ കുട്ടിക്ക്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് നോക്കിയോ. ഇതെന്താ? ഇതാണ് മഴവില്ല്. എന്ത് രസമാണ് മഴവില്ല്, നിന്നെ കാണാൻ എന്തോരം രസം, എന്തോരം വെള്ളം. ഇതെന്താ എനിക്ക് കൂട്ടുകാരുണ്ടോ? ആരെല്ലാമാണ് എന്റെ കൂട്ടുകാർ? എങ്ങനെ ഉണ്ടായോ? വിഷമിക്കണ്ട കേട്ടോ, മഴവില്ലേ നമുക്ക് കുറച്ച് നേരത്തേക്കേ കാണാൻ സാധിക്കൂ. തലയില്ലാത്തവളെ, നിനക്കെന്താ അത്ര ഗമ? നീ എന്തെങ്കിലെന്താ ഒന്നാം പ്രതി കേന്ദ്രമല്ലോ. ഓ ഉണ്ടോ? നിനക്കെന്താണ് ഇത്ര ബന്ധുബലം? ഏതെല്ലാം തരം ത്രികോണങ്ങളാണുള്ളതെന്ന് നിനക്കറിയാമോ? 3 കോണുകളും തുല്യമായ സമഭുജ ത്രികോണം, 2 വശങ്ങൾ മാത്രം തുല്യമായ സമപാർശ്വ ത്രികോണം, 3 വശങ്ങളും വ്യത്യസ്തമായ വിഷമഭുജ ത്രികോണം. എന്താണ് ഇവിടെ ഒരു കശപിശ? മതി മതി കശപിശയൊക്കെ. നമ്മൾ എല്ലാവരും ജാതീയ രൂപങ്ങളാണ്. നാം ഇപ്പോഴും ഒന്നിച്ചു നിൽക്കണം. अब हमारे दोस्तों ने यहाँ केरल का गुणगान बताने वाले एक दृश्यावतरण करते हैं. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണല്ലോ പുതുതലമുറയുടെ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം. കൊച്ചുകുട്ടികളെന്നോ മുതിർന്നവരെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ സമസ്ത മേഖലകളിൽ ലഹരി മാഫിയ പിടികൂടിയിരിക്കുകയാണ്. ലഹരി എന്ന തിന്മയ്ക്കെതിരെ നന്മയുടെ പ്രതീകമായി നിന്നുകൊണ്ട് ഓരോ മനസ്സോടെ നമുക്ക് പോരാടാം. നാടകം കൈകോർക്കാം ലഹരിക്കെതിരെ. വേറെന്ത് ചെയ്യാം? അതെ, എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ? നമുക്കൊരു ക്വിസ് മത്സരം നടത്തിയാലോ? ആ ബെസ്റ്റ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാല്ലേ? പിൻസി ടീച്ചറെ ചോദിച്ചപ്പോ പറ്റുമാനായിരുന്നു പറഞ്ഞാലല്ലേ ഡാനി? മത്സരം വേണ്ട, വേറെ ആലോചിച്ചാലോ? നമ്മുടെ പഠനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ആരാണ് വന്നത്? റോസാണ്. ഞാൻ ശരിക്കും അതെ അതെ, തൊപ്പിന് ഇൻചാർജണ്ട. എച്ചമ്മ സമ്മതിക്കാണ് തൊപ്പിന് കിട്ടുവാൻ നോക്കട്ടെ. കിട്ടും. നിനക്ക് എച്ചമ്മിന്റെ അതിന് കിട്ടും. അതെ, എന്ത് പരിപാടി ചെയ്താലും നമ്മൾ 4ാമത്തെ പീരീഡ് വെക്കാൻ കേട്ടോ. അതെന്താ 4ാമത്തെ പീരീഡ്? അല്ല, നാളത്തേക്കല്ല സാർ ഹോംവർക്ക് ഉണ്ടല്ലോ. ഓ, നിന്റെ ഒരു ബുദ്ധി. എന്തായാലും ഇത്തവണത്തെ പഠനോത്സവത്തിന്
മെസ്സേജ് കൊടുക്കാൻ പറ്റണം. മെസ്സേജോ? എന്ത് മെസ്സേജ്? മെസ്സേജ് കൊടുക്കാണെങ്കിലേ നമുക്ക് വാട്സപ്പിൽ ഗ്രൂപ്പ് ഇടണം, എന്നിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ആ മെസ്സേജിന്റെ കാര്യമല്ല അവള് പറഞ്ഞേ. നമ്മുടെ പ്രോഗ്രാം കാണാതെ ഫ്രണ്ട്സിനും പേരൻസിനും ഒക്കെ കൊടുക്കാൻ പറ്റിയുള്ള ഒരു മെസ്സേജിന്റെ കാര്യം അവള് പറഞ്ഞത്. സംഭവം കൊള്ളാം, പക്ഷേ നമ്മളെന്താ ചെയ്യാ? വിചാരിക്കുമ്പോ പെട്ടെന്ന് ബെല്ലടിക്കും. ക്ലാസ് ഇരിക്കുകയാണെങ്കിലോ ഒരിക്കലും ബെല്ലടിക്കത്തില്ല. കള്ളം കുടിച്ചും ചീട്ട് കളിച്ച് കളയാങ്ങനെ. ഓഹോ, ഇന്ന് 4 ആളുകളാണ്. ഞാൻ പറഞ്ഞില്ലേ മാസിലെ നോട്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ ബുക്കിലാണ് സ്കൂളിൽ പോണില്ല. നമുക്ക് ബുക്കൊക്കെ പിന്നെ വാങ്ങിക്കാം. നിങ്ങൾക്ക് കള്ള് കുടിക്കാൻ ചീട്ട് കളിക്കാനോ കാശുണ്ട്. കൊച്ചിനൊരു ബുക്ക് വാങ്ങാൻ മാത്രം കാശില്ല. നമസ്കാരം. ഞാൻ വെറൊരു സേഫേടല്ല. നമ്മുടെ പുതിയ ബ്രാഞ്ച് ഈ പുഞ്ചവരിൽ അടുത്ത വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അതെ സാർ. Apple, B for ball, C for cat, D for dog. B for brandy, C for cigarette, D for Dinesh. ഇപ്പൊ ഞാൻ പഠിച്ച തലേ കയറില്ല. അപ്പഴാണ് നിങ്ങളുടെ അച്ഛൻ കൂടി പഠിച്ചതൊക്കെ ഓർക്കണ്ടേ? ഞാനേ അതിനൊക്കെ ഉള്ളൊരു മരുന്ന് കഴിച്ചു. എന്ത് മരുന്നാ? എന്താ ഈ മരുന്നിന്റെ പേരോ? ഈ മരുന്നിന്റെ പേരാണ് വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഇത് നമ്മുടെ ഫിലിം സ്റ്റാർ അടുത്ത ഷൂട്ടിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തുനിന്ന് മരുന്ന് വാങ്ങാമെന്നതാ. കഴിഞ്ഞ ആഴ്ച കൊടുത്തതാ. ഇനി അടുത്ത ശിവരാത്രിയിലെ എഴുന്നേക്കും. എനിക്കുള്ള മരുന്നൊന്നും വേണ്ട. എന്തായി നമ്മുടെ പഠനോത്സവത്തിന്റെ പ്രോഗ്രാമൊക്കെ? ലഹരി മാഫിയ ഈ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പോലീസ് സേനയ്ക്കൊപ്പം ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കാം.
മാറ്റം ഇവിടുന്ന് തന്നെ തുടങ്ങട്ടെ. ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടുകയില്ലെന്ന് ഞങ്ങളിവിടെ പ്രതിജ്ഞ എടുക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും സാംസ്കാരികപരമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ്. അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ പ്രതിജ്ഞ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മികച്ച മാതൃകകളായി ലോകത്തിന് എഴുതിയാതെയും സാധിച്ചിരിക്കുകയാണ്.